തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാൽ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ. ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാൽ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടനുകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടനുകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. സ്തോത്രം. പഠിച്ചു
Jacob, dressed like Joseph, stretched like Moses, covered like Joshua, lead like Deborah, influence like Esther, dance like David, pray like Elijah, follow like Elisha, speak like Isaiah, rebuild like Nehemiah, preach like Peter, overcome like Paul, above all, lead and love like Jesus. And all the people of God said, Hallelujah. പഞ്ചനും ബൈബിൾ ക്ലാസ്സിനെ പറ്റി ഈ പ്രോഗ്രാം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ഓരോ പഞ്ചനും അതിൻ്റെതായ അർത്ഥങ്ങളുള്ള ഭാഗം സൃഷ്ടിവാക്യങ്ങൾ എന്നുള്ളതാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ യെരമ്യാ 31:29 അപ്പന്മാർ അച്ഛമുദ്രയിൽ നിന്ന് മക്കളുടെ പലരും കുറിച്ചു എന്നും എസ്കേൽ 16:44 ഏതാം മകനാഥ മുദ്രയെന്നും ന്യായാധിപന്മാർ 14:13-14 പൊക്കാമിൽ നിന്ന് ഫോസിനോ മലയിൽ നിന്ന് മതിലും പുറപ്പെട്ടു എന്ന് നാം കാണുന്നു. ഇതുപോലെ അനേകം പഞ്ചുകൾ നമ്മുടെ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചില പഞ്ചുകൾ അവയ്ക്ക് ആസ്പദമായ വേദപുസ്തകത്തിലുള്ള തെളിവുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വിളിക്കുന്നു. ശ്രമിച്ചാൽ നാം ഒരു പ്രതികാരം ചെയ്താൽ അതിനെ ഇരട്ടി പ്രതികാരം നമുക്ക് യാക്കോബിന് തെളിയിച്ചു. അതിനെ യാക്കോബിന് ഒരുപാട് ചട്ടങ്ങൾ നേരിടുന്നതായി നാം കാണുന്നു. അതുകൊണ്ട് നാം ചതിക്കാൻ പോകുക. കഴിയുന്ന കുടുംബക്കാരുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യണം. ഒരുവൻ അർദ്ധരാത്രിയിൽ സ്ത്രീകളെ പിടിപ്പിച്ചത് എനിക്ക് മൂന്നൊപ്പം വായ്പയെ നൽകണമെന്ന് ചോദിച്ചാൽ ഉടനെ കച്ചവടാതെ ഏറ്റവും ആവശ്യം ഒരവിക്കണം. എന്നോട് യാത്രയ്ക്ക് എന്നാൽ ഇത് ലഭിക്കും എന്ന് ലൂക്കോസ് 11:7 നാം വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പഠിപ്പിക്കാർ യാചിക്കണം. ബലഹീനന് നിസ്സാരമായ പുള്ളി പോലും ഉപയോഗിക്കുന്ന സന്ദർഭം വരാം. അട്ടിടനായ ദാവീദ് കല്ലും കവിളും കൊണ്ട് ഫെലിസ്ത്യന്മാരെ കൊന്നുമുട്ടിയ സംഭവം 1:17 കാണുന്നു. മാത്രമല്ല നിസ്സാര മൃഗരായ കഴുതയുടെ കാട്ടിയത് കൊണ്ട് ശിംശോൻ ആയുധം വരെ സംഹരിച്ചതായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നു. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥന ഒരു ആയുധമാകാം. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കാം. സമൃദ്ധ കാലത്ത് തലപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാത്തിനാണ്. സമൃദ്ധിയുടെ സമയം തലപ്പിനാൻ ക്ഷയിച്ച ക്ഷാമമാകുമ്പോൾ ക്ഷേമമോടെ കഴിയാം. ഇസ്രായേൽ ദേശത്ത് സമൃദ്ധിയുടെ സമയത്ത് ജോസഫ് ധാന്യങ്ങൾ ക്ഷയിച്ച് സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് ക്ഷാമകാലമായപ്പോൾ തന്റെ സഹോദരന്മാർ തന്നെ അടുക്കൽ ധാന്യത്തിനായി വന്നപ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാൻ ജോസഫിന് സാധിച്ചത് ഉൽപ്പത്തി 41:50-57 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. ആദ്യം നാമും സാക്ഷ്യവാക്യങ്ങൾ പറയുന്ന പോലെ വേനൽക്കാലത്ത് ആഹാരം ക്ഷയിച്ചിരിക്കുന്ന ഉറവിനെ മാതൃകയാക്കി ജീവിതം നയിക്കാം. ആപത്തിൽ നേരിടുന്ന സമയത്തെ നടക്കരുത്. ദൈവസന്നിധി ഒരു തീരുമാനമെടുത്താൽ അത് പൂർത്തീകരിക്കാൻ മറന്നുപോകും. അന്ന് ദൈവസന്നിധി എടുത്ത ഒരു തീരുമാനം ഇപ്രകാരമായിരുന്നു: തനിക്കൊരു പുരുഷ സന്തതിനെ ദാനമായി തന്നാൽ താൻ ജീവപര്യന്തം കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ ആ അധ്യായത്തിന്റെ അവസാനം തനിക്കൊരു പുരുഷ സന്തതിനെ കൊടുക്കുകയും ചെയ്തു. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. ഒരു ആണ്ടിന്റെ അവസാനം നമ്മൾ സ്വയം പ്രസ്താവിക്കും, ഈ ഒരു വർഷം കൂടി ദാനമായി തന്നാൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന്. എന്നാൽ ചിലർ അത് പലപ്പോഴും ചെയ്യുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധി എടുക്കുന്ന തീരുമാനം ചെയ്തു കൊള്ളുക. It's the most powerful book that ever came into being. It consists of 66 books, 39 in the Old Testament and 27 in the New Testament. I'm going to recite the books of the New Testament: Matthew, Mark, Luke, and John. Acts and letters to the Romans, First and Second Corinthians, Galatians,
will say, first and second Peter, first John, second John, third John, you and Revelations. Sunday school, sure it's fun. Bring the children one by one. Fill the place up, way up, fill it to the room. Then we'll go and get some more. Teacher says, don't be late. If you are then, let's not wait. Fill the place up, way up, fill it to the room. Then we'll go and get some more. Praise the Lord. Praise God. That the mighty name of our Savior Jesus Christ be glorified. Greetings in the mighty name of our Lord Jesus Christ to all saints, students of word and Sunday school students that came over here to attend our Sunday school anniversary.
സ്നേഹവദനത്തെ അറിയിക്കുന്നു. I would like to express thankfulness to our Savior, help us together here from far away and nearby places. വിവിധയിടങ്ങളിലായിരുന്ന നമുക്കും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ സർവ്വകൃപാലുവായ Anniversary this year. ഈ വർഷവും ഒരു അനുഗ്രഹീതമായ ഒരു സൺഡേ സ്കൂൾ വാർഷികം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. The past year we have traveled through months of humility and wearisome nights. കഴിഞ്ഞുപോയ നാളുകളിൽ 10 മാസങ്ങളുടെയും കഷ്ടരാത്രികളുടെയും നാം കടന്നു പോകേണ്ടി വന്നു. But the Lord helped us to overcome all these troubles by His everlasting kindness. എങ്കിലും ദൈവം തന്റെ നിത്യതയാൽ നമ്മെ താങ്ങി നടത്തി. The book of Lamentation, Prophet Jeremiah written that. യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. Through the Lord's mercies we are not consumed because His compassions fail not. നാം മുടിഞ്ഞു പോകാത്തത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോകത്തില്ലല്ലോ. So let us always depend upon the never-ending mercy of our Lord. ആകയാൽ തീർന്നു പോകാത്ത യഹോവയുടെ കരുണയെ നാം എപ്പോഴും ആശ്രയിക്കാം. In this time, I am remembering about our dear Babu Bachchan has taken heavily a few months back. നമ്മെ വിട്ട് ശ്രമത്തിൽ ചേർക്കപ്പെട്ട ബാബു അപ്പച്ചനെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. Bachchan was here with his spiritual father filled with mercy, compassion and love. കരുണയും കരുതലും സ്നേഹവുമുള്ള ഒരു ആത്മീയ പിതാവായ അപ്പച്ചൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നല്ലോ. He blessed us prayer during the last Sunday school anniversary. കഴിഞ്ഞ വർഷത്തെ വാർഷികത്തിൽ അപ്പച്ചൻ നമ്മയെല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. Even though Bachchan was not with us this time, he is inside as his own father and praised him to Jesus. ഈ വർഷത്തെ വാർഷികത്തിൽ പ്രിയപിതാവ് നമ്മോടൊപ്പമില്ല എങ്കിലും സിയോനിൽ ഒരു കല്ലായി തീർന്നതിനാൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Not only Bachchan, he loved to sing and called sinners taken to heavenly realm. അപ്പച്ചൻ മാത്രമല്ല അനേക വിശുദ്ധന്മാരും ദൈവമക്കളും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. They all have fulfilled their obey gods in their lifetime. ഭൂമിയിൽ ദൈവം അനുവദിച്ച ആയുസ്സിൽ അവർ ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് പ്രത്യാശ നിവൃത്തി പ്രാപിച്ചു. My dears, today we will like to speak about obedience. പ്രിയമുള്ളവരെ, അനുസരണം എന്ന വിഷയം വാസ്തവമാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. I would like to share a few thoughts about obedience by depending on our God. ദൈവം നൽകുന്ന കൃപത്വത്തോളം അനുസരണത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ കർത്താവ് ശ്രമപ്പെടുകയാണ്. For that, let us read 1 Samuel chapter 15 verses 22. ആയതിനാൽ 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. Let us read 1 Samuel chapter 15 verses 22. 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. Burnt offerings and sacrifices as were laid in the voice of the Lord. Behold, to obey is better than sacrifice, and to look than the fat of ram. What we heard in the words, that obey is better than sacrifice, to heed is better than fat of rams. നാം വായിച്ച വേദവാക്യത്തിൽ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് കാണുന്നു. One of the very important goals of studying Sunday school is that we must perfect in obedience. നാം സൺഡേ സ്കൂൾ പഠിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് നാം മനസ്സിലാക്കുന്നവരായിരിക്കണം. We must be obedient in our church, in home, in our places. നാം ദൈവവചനം പഠിച്ച് സഭയിലും ദേശത്തിലും ഭവനത്തിലും മനസ്സിലുള്ളവരായിരിക്കണം. Holy Bible also teaches that all the commandments are kept in obedience. അനുസരണത്തിൽ സകല കൽപ്പനകളും അടങ്ങിയിരിക്കുന്നതായി വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. We can also see that it is right to obey our parents in law, said by Ephesians chapter 6 verses 1. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനെ അനുസരിപ്പീൻ എന്ന് കാണുന്നു. Bible teaches us that obey parents that our days may be long and we will get good things. നിനക്ക് നന്മയും ദീർഘായുസ്സും ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. We must be obedient in 5 aspects. ഈ ലോക ജീവിതത്തിൽ പ്രധാനമായ നാം 5 വിഷയത്തിൽ അനുസരണമുള്ളവരായിരിക്കണം. First, obedient towards God. ഒന്നാമതായി ദൈവത്തോടുള്ള അനുസരണം. Second, obedient to servants of God. രണ്ടാമതായി നടത്തുകാരെ അനുസരിക്കണം. Third, obedient to our teachers. മൂന്നാമതായി ഗുരുക്കന്മാരെ അനുസരിക്കണം. Fourth, obey parents. നാലാമതായി മാതാപിതാക്കളെ അനുസരിക്കണം. Fifth, be obedient to the Holy Spirit. അഞ്ചാമതായി എല്ലാറ്റിനും വേണ്ടി പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. In 1 John chapter 5 verses 3, for this love of God that we keep His commandments. 1 യോഹന്നാൻ 5:3 ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം എന്ന് കാണുന്നു. Apostle for Christians as the children with obedience. അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ അനുസരണമുള്ള മക്കൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. It is seen in Ephesians chapter 2 verses 2 that those who not obey Christ are sons of disobedience. ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ അനുസരണക്കേണ്ട മക്കൾ എന്നാണ് എഫേസ്യർ 2:2 നാം വായിക്കുന്നത്. Jesus Christ is the final word of obedience. അനുസരണത്തിന്റെ പരമമായ മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. It is seen in Philippians chapter 2 verses 8 that Jesus became obedient to the point of death, even the death of the cross. ഫിലിപ്പിയർ 2:8 ക്രൂശിന്റെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നു എന്ന് കാണുന്നു. This was obedient to his parents even from his childhood
childhood days. യേശുവിന്റെ ശൈശവപ്രായം മുതലേ തന്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട അനുസരണമുള്ളവനായിത്തീർന്നു. He became perfect by passing through the hardship, even though he was the Son of God. ദൈവപുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണപ്പെട്ട് തികഞ്ഞവനായിത്തീർന്നു. He became pillar of salvation to all who believes in him. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീരാം. He entered in man through the disobedience of Adam, the first man. ആദിമ മനുഷ്യനായ ആദാമിന്റെ അനുസരണം കേട്ടാൽ പാപം മനുഷ്യനെ പ്രവേശിച്ചു. But man became justice by obedience of Christ. എങ്കിലും ക്രിസ്തുവിന്റെ അനുസരണത്താൽ മനുഷ്യൻ നീതിമാനായിത്തീർന്നു. So, my dear children, let us grow by obedience in Christ. നിങ്ങളെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് അനുസരണത്തിൽ വളരാം. By growing in obedience, we will get the blessings of our God. നാം യേശുവിന്റെ അനുസരണത്തിൽ വളരുമ്പോൾ യേശുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമായി തീരുന്നു. So, Lord obey God first, and Christ will go to the hell. ദൈവവചനത്തെ ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ നിത്യ നരകത്തിൽ യോഗ്യരായിത്തീരുന്നു. Dear all, our Christ is coming soon. പ്രിയരേ, നമ്മുടെ യേശു വരാറായി. All that happens in the world indicates the coming of Christ. ലോക സംഭവം നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. The time is fulfilled, and the kingdom of God is at hand. Repent and believe in the gospel. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. Repent is the baptism. സുപ്രസിദ്ധ ദൈവിക രോഗശാന്തി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൃപാവരം എന്നോട് സംസാരിക്കുന്നു. സൗജന്യ ആത്മീയ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ കുത്തിവയ്പ്പും. പ്രാരംഭമായി അധിക ഭക്ഷണങ്ങളുടെ വിഷമില്ലായ്മ അനുഭവപ്പെടും. അല്പം കൂടി പഴകിയ ദൂഷണം, കുറ്റം നിറച്ചെറുപ്പ് എന്നിവയുടെ അമിത രോഗം മൂർച്ഛിക്കുമ്പോൾ വിശ്വാസികളുടെ വീട് തോറും നടന്ന് രോഗവർണ്ണ കലക്കമുണ്ടാക്കും തുടങ്ങി സുരക്ഷവേലക്കാരെ വരെ കരനീക്കുക വരെ ചെയ്തുവരുന്നവർ ആദ്യ ദിശയിൽ രോഗം കണ്ടുപിടിച്ച് ചികിത്സ ഭേദമാകും. രോഗം മൂർച്ഛിച്ചാൽ രണ്ടാം മരണം വരെ സംഭവിക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മാനസാന്തരകൃതം ഓരോ മണിക്കൂറിടവിട്ട് കഴിക്കുക. കുറവ് കിട്ടുന്നെങ്കിൽ പാസ്റ്ററെ കൊണ്ട് ശാസ്ത്ര എന്നതിന് ശേഷം ആഴ്ചയിൽ 3 എണ്ണം എടുക്കും. നിങ്ങൾ കുഷി ആത്മീയ അവയവങ്ങൾ മുരടിച്ച് അസൂയയുടെ കുഷിന്റെയും സമ്മർദ്ദം വർദ്ധിക്കുന്നില്ല. ചോദിച്ച് അനുഭവപ്പെടും. ചോദിച്ചാൽ മതിച്ചാൽ ആളുടെ സംസാരം ഉണ്ടാകും. നിരന്തര സമ്പർക്കത്തിൽ രോഗം മറ്റുള്ളവർക്ക് പകരാൻ സാധ്യത കൂടുതലാണ്. ഹൃദയരോഗം എന്ന അരിഷ്ടം ഏഷ്യൻ രക്തത്തിന്റെ കൂടി ചേർത്ത് സൂര്യപിടിക്കുന്നതിനും അസ്തമിക്കുന്നതിനു ശേഷവും ഉച്ചയ്ക്ക് ഓരോ നേരം കഴിക്കും. കഴിച്ചാൽ മരണം നിശ്ചയം. സഹോദരന്മാർക്ക് നന്മയെ മുടക്കുകയാണ് അതിന്റെ ആദ്യ ലക്ഷ്യം. തുടർന്ന് സഹോദരന്മാരെ പകരം
വയ്ക്കുവാൻ തുടങ്ങുന്നു. പ്രതിവിധി ചെയ്യാതിരുന്ന ഈറ്റുകാരനെ ഉപേക്ഷിച്ച പാപങ്ങൾ തിരികെ സ്വീകരിച്ച് രോഗം ബാധിച്ച പാദം വീർത്ത് പൊട്ടി രണ്ടാം മരണത്തിലേക്ക് നയിക്കുന്നു. മോഹ വൈറസാണ് ഈ രോഗം പരത്തുന്നത്. ഒരു മേജർ ഓപ്പറേഷൻ ഇതിനാവശ്യമാണ്. എല്ലാ ഹൃദയം മാറ്റി മാംസമായത് വയ്ക്കണം. രക്തത്തിൽ വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ രക്തം മാറ്റി കേശിന് ഘട്ടത്തിന്മേൽ കടക്കണം. സാധാരണ ആത്മീയ പകർച്ചവ്യാധികൾക്ക് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും സൗജന്യമായി കൊടുക്കുന്നതാണ്. 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് ലഭിച്ചിരുന്ന ഒരു പാടശേഖരമായിരുന്നു അത്. എന്നാൽ അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കിളയും പുഴവും ഇല്ലെന്ന് മാത്രമല്ല, ഇനിമേൽ കൃഷി ഇറക്കാനാവാത്ത വിധം മുള്ള പടർന്നു പിടിച്ചിരിക്കുകയും തൂവ നിറഞ്ഞ് നില മൂടിയിരിക്കുന്നതായും കണ്ടു. ഈ പരിതപിക്കപ്പെട്ട അവസ്ഥ കണ്ട് ഇതിന്റെ ഉടമസ്ഥൻ ആരെന്ന് അന്വേഷിച്ചപ്പോൾ മിസ്റ്റർ മടിയന്റേതാണെന്ന് അറിഞ്ഞു. അവൻ പണ്ട് സകല കാര്യത്തിലും മടിയുള്ളവനായിരുന്നു. ബാലനായിരുന്നപ്പോൾ സൺഡേ സ്കൂൾ പഠനത്തിൽ ഏറ്റവും മടിയുള്ളവനായിരുന്നു. വീട്ടിൽ നിന്ന് സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന അവനെ സൺഡേ സ്കൂൾ സമയത്ത് പലപ്പോഴും ചുറ്റിക്കറങ്ങുന്നതായി കണ്ട് ബുദ്ധി ഉപദേശിക്കലും ചെവിക്കൊണ്ടില്ല. യുവാവായ ശേഷം ഒരൊറ്റ ബൈബിൾ സ്റ്റഡിക്കോ കാത്തിരിപ്പ് യോഗത്തിനോ ഉപവാസ പ്രാർത്ഥനയ്ക്കോ അവനെ കണ്ടിട്ടില്ല. ഞായറാഴ്ച സഭായോഗത്തിന് മാത്രം 10:45 ഏറ്റവും പുറകിൽ വന്ന് ചമറപ്പെടുന്ന് ഇരിക്കാറുണ്ട്. ഒരൊറ്റ പാട്ട് പാടുകയുമില്ല, കൈയടിക്കുകയുമില്ല, കണ്ണടയ്ക്കുകയുമില്ല. എന്തിനേറെ പറയുന്നു, സകലത്തിനും മടിയാണ്. ആണ്ടിലൊരിക്കൽ ഡിസംബർ 31 രാത്രി എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ അവരും ഉണ്ടൊരു സാക്ഷി. അല്ലാതെ സാക്ഷിക്ക് അവസരം കൊടുത്താലോ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്താലോ ചെയ്യാറില്ല. മടിയാണ്. ശുദ്ധീകരണ രോഗങ്ങൾക്ക് പോലും വരാറില്ല. അതുകൊണ്ട് കിളയും പുഴവും ഇല്ലാതെയായി. കാലങ്ങൾ ചെയ്ത് പിന്നിട്ടപ്പോൾ അവന്റെ സ്വഭാവം മുള്ളു പടർന്നു പിടിക്കുകയും തൂവ നിറഞ്ഞതുമായി. കലഹവും ഇടർച്ചയും പിണക്കവും ശണ്ടയും അവന്റെ ഹൃദയമാകുന്നതിനൊക്കെ പടർന്നു പിടിച്ചതിനാൽ അവിടം തരിശു ഭൂമിയായി. പ്രാർത്ഥന പൂർണ്ണമായി മുടക്കി അവന്റെ കന്മതിലും ഇടിഞ്ഞുപോയി. മോശനെ ഉലന്നിട്ട് ഉലക്ക കൊണ്ട് അവൻ പോലെ ഇടിച്ചാലും അവന്റെ പോഷകം അവനെ വിട്ട് മാറുകയില്ല. എങ്കിലും സഹോദര സ്നേഹം നിമിത്തം അയ്യോപാവം തോന്നിയിട്ട് അവനെ ഉറുമ്പുകളുടെ അടുക്കൽ പറഞ്ഞയച്ചു. ഏതായാലും അവിടെ ചെന്ന് കണ്ട് ബുദ്ധി പഠിച്ചു. രാപ്പകൽ ഉത്സാഹത്തോടും ഏകാഭിപ്രായത്തോടും സഹോദര ഐക്യത്തോടും കൂടെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളായ ഉറുമ്പുകളെ കണ്ട് ഇടർച്ചക്കാരനും കലഹക്കാരനുമായ മടിയന് വലിയ മാനസാന്തരമുണ്ടായി. അവൻ അന്ന് പുതിയ തീരുമാനങ്ങൾ ചെയ്ത് പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവത്തോടെയും ശക്തിപ്പെട്ട് മടിയും അലസതയും എല്ലാം അകറ്റി തികഞ്ഞ ആത്മീയനായി മാറി. അവരും ഒരു ഉത്സാഹിയായത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പ്രിയ കൂട്ടുകാരെ, ആത്മീയ ജീവിതത്തിലെ മടിയും അലസതയും എല്ലാം അകറ്റി നമുക്കും ഉത്സാഹികളാകാം. സൺഡേ സ്കൂൾ പഠനത്തിൽ ഉത്സാഹികളാകാം. പ്രാർത്ഥനയും ജീവിതം നയിക്കാം. കർത്താവിനെ എതിർപോലെ സ്തോത്രം. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ ക്രമം അനുസരിച്ച്, അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് ഒരു അന്വേഷണ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഒരാൾ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ പേര് പറയും, അപ്പോൾ മറ്റേയാൾ അന്വേഷണ യാത്ര വിവരിക്കുകയും ചെയ്യും. ദയവായി ശ്രദ്ധിച്ചാലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്നും അതെല്ലാം എന്ന് അവസാനിക്കുമെന്നും അറിയാനുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ. ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും ആവർത്തിയെ വായിച്ചു നോക്കിയിട്ടും ഒരു പിടിയും കിട്ടിയില്ല. യോശുവയുടെ അഭിപ്രായം അനുസരിച്ച് ന്യായാധിപന്മാരെ കാണാൻ പോകുമ്പോഴായിരുന്നു സഹോദരി രൂത്തിനെ കണ്ടത്. അവൾ ഈ കാര്യം ശോഭനപ്പച്ചന്റെ അടുത്ത് 1-2 വട്ടം ചോദിച്ചപ്പോൾ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ എസ്രാ പോലുള്ള ന്യായപ്രമാണ വിദഗ്ധന്മാർക്ക് ഇതെല്ലാം നന്നായി അറിയുമെന്ന് മതിലുപണിക്കിടെ നെഹമ്യാവ് എസ്തേറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വചനപാണ്ഡിത്യമുള്ള ധാരാളം സഹോദരങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ. അവരോട് ചോദിക്കാവുന്നതിൽ പോകുമ്പോഴായിരുന്നു സഹോദരൻ ഇയ്യോബിന്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത്. സകലവും നഷ്ടമായിട്ടും ശരീരം മുഴുവൻ പരിക്കളാൽ നിറഞ്ഞിട്ടും സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുവെന്ന് കേട്ടപ്പോൾ അവന്റെ ദൈവഭക്തി പ്രശംസിക്കാതിരിക്കാനായില്ല. എന്തെല്ലാം ദുഃഖങ്ങളാണ് ഈ ലോകത്തിൽ ദൈവഭക്തന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടത്. എന്നാലും അടുത്ത ദിവസം ലോകത്തിലെ എല്ലാവരെയും കണ്ട സംശയം തീർക്കാമല്ലോ എന്ന് ആശ്വസിച്ചു. ഞാനും പ്രബോധനം പകർന്നു കൊടുക്കാൻ സദൃശന്മാർക്കുള്ള പ്രസംഗി 69 പാടിയത്. യേശുവിനെ കുറിച്ച് രണ്ടാമത്തെക്കുറിച്ച് ഏഷ്യാവ് പ്രവചിക്കുമ്പോൾ ഏവരും നടക്കാൻ കഴിയാത്തതും അസ്തുകുമാരെ കണ്ട് ഭയന്ന എസ്കേലിന്റെ മുമ്പിൽ ഏകം അത്ഭുതം പ്രവചിക്കുമായ കാര്യം കേട്ടപ്പോൾ സഹോദരവർഷയായില്ല. അന്ത്യകാലത്തിൽ സകല ശക്തിയെയും തന്റെ ആത്മാവിനെ പകരുന്ന ദൈവങ്ങളാൽ യോഗയിലൂടെ പറഞ്ഞു. ആമോസ് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ വഴിയിൽ അധ്വാനിക്കുന്ന യോന അനുസരണയുള്ള താൻ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങളുടെയും കഷ്ടങ്ങളുടെയും
ചോദിച്ചപ്പോൾ സഭയും അവരും സ്വയം പരിശോധനയിൽ നടത്തി. സാത്താൻ ദൈവമക്കളെ കുറിച്ച് ചുമത്താൻ ദൈവത്തിന്റെ വഴുക്ക് അവർക്ക് നിൽക്കുന്നു എന്ന് താൻ കണ്ടുവെന്ന് സക്രിയാവ് പറഞ്ഞപ്പോൾ ദൈവമക്കളെ ഈ ദൈവത്തിന്റെ വഴിപാടിന് ദശാംശം കൊടുക്കുകയാണെങ്കിൽ യാതൊരു പീഡനം കാട്ടരുതെന്ന് വരാക്ക് പ്രബോധിക്കുകയും പ്രാർത്ഥിക്ക് ആശീർവാദം പറഞ്ഞ് പിന്നിലോകുകയും ചെയ്തു. എന്നാൽ നിന്റെ ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. നാളുകൾ കഴിഞ്ഞ് പ്രതികൂലങ്ങൾ ഇറങ്ങിയാണ്. കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ വാഞ്ചിറങ്ങിയാണ്. എങ്കിലും ദൈവം തന്റെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും പട്ടണത്തിൽ ചെന്ന നല്ല വിദ്യാഭ്യാസം വിവരമുള്ള വേദപണ്ഡിതന്മാരെ കണ്ട് എന്റെ സംശയങ്ങൾക്ക് അറുതി വരുത്താമെന്ന് പോകുമ്പോഴാണ് ഞാൻ മത്തായിയെ കണ്ടത്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഡോക്ടർ ലൂക്കോസ് ഇൽപ്പെടുന്ന യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ കർത്താവിന്റെ നാമവാർത്തത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചെല്ലാം കേട്ടപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എനിക്കൊരു താല്പര്യം തോന്നി. അതിൽ അതിശ്രേഷ്ഠനായി തീർന്ന പൗലോസ് എന്ന അപ്പോസ്തലൻ ശൗലായിരുന്ന ഒരു സുവിശേഷ വിരോധിയായി ദൈവമക്കളെ പീഡിപ്പിച്ചിരുന്നു. പിന്നീട് സുവിശേഷത്തിന്റെ ദീപശിഖ ലോകമെങ്ങും എത്തിച്ചതുമായ അദ്ദേഹം എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന് റോമകാരൻ പ്രസംഗിച്ചതുമെല്ലാം കേട്ടപ്പോൾ എനിക്കും അദ്ദേഹത്തെ പോലെ ആവണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എത്രയെത്ര കത്തുകളിൽ ഈ ലോകത്തിന് വരുമാനമുള്ളതിലും ഏറ്റവും വലിയ ദൈവസ്നേഹമാണെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ കത്തുകളിലും വ്യക്തമാക്കി. ശാപത്തിൽ കീഴായ മനുഷ്യ സമൂഹത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വയം ശാപമായി തീർന്ന യേശുവിനെ എല്ലാവർക്കുള്ള കത്തിലൂടെ ഉയർത്തിക്കാട്ടി ദൈവസഭ എന്തെന്നോ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്തെന്നോ എഫെസ്യർക്കെഴുതിയ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ജീവിതത്തിൽ ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആണെന്ന് അദ്ദേഹം ഫിലിപ്പിയോട് പറഞ്ഞു അത്രേ. എത്ര വിഘ്നായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിൽ ഉച്ചരിക്കണമെന്നും സ്വന്തത്തിൽ ജാഗരിക്കണമെന്നും അദ്ദേഹം കൊലോസിനെ പ്രബോധിപ്പിച്ചു. കർത്താവിന്റെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്നും രഹസ്യവിവരത്തിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയും രഹസ്യവിവരം ആലോചിക്കുവാണെന്നും തെസ്സലോനിക്കയുടെ കത്തിൽ നിന്ന് വ്യക്തമാക്കി. വചനം പ്രസംഗിക്കുവാനും സമയത്തിനും അസമയത്തിനും വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് തന്റെ നിജപുത്രനായ തീത്തോസിനോട് അദ്ദേഹം പറഞ്ഞു. സഭയിൽ വീരത വരുത്തുന്ന മനുഷ്യരോട് ഒന്നും രണ്ടും വട്ടം സുവിശേഷം പറഞ്ഞ ശേഷം അവരെ ഒഴിവാക്കണമെന്ന് ഒരു ശുശ്രൂഷകനായ തിമോത്തിയോസ് പറഞ്ഞു. തനിക്ക് ജനിച്ച കുഞ്ഞെ അസന്തോഷത്തിന് വേണ്ടി ഫിലെമോനിന്റെ കത്തിൽ നിന്ന് ഒരു ഇടയിൽ തന്റെ ആടിനോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നു. വിശ്വാസവീരന്മാരുടെ പട്ടിക നിർത്തിയിട്ട് ലേഖനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു. നാമിനെ കണ്യാണന്റെ ആവശ്യത്തെക്കുറിച്ച് യാക്കോബ് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം ശോധന നൽകി. അടിസ്ഥാനക്കാരനായ പത്രോസ് ഒരു ഉറച്ച അപ്പോസ്തലൻ സത്യം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ കാരണമായ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം യോഹന്നാന്റെ കത്തുകൾ 2-3 വട്ടം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഇത് അന്ത്യകാലമാണ്. ദൈവശക്തി വളരെയധികം പ്രാപിക്കണമെന്ന് ഗുരുത ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറാക്കി. പത്മോസ് ലേഖനാകുന്നവരെങ്കിലും ദൈവസാന്നിധ്യത്താലാണ് യോഹന്നാൻ ദൈവം കൊടുത്ത വെളിപ്പാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആ പുസ്തകത്തിനുള്ളിൽ ഗമനിച്ചിരുന്നു ഞാൻ. അതെന്റെ കണ്ണുകളെ പ്രകാശിച്ചു. സ്വർഗത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വർണ്ണന എന്നിൽ പ്രത്യാശയും സന്തോഷവും പകർന്നു. രാവും പകലും ആരാധനയുടെ മധ്യത്തിൽ സിംഹാസനസ്ഥനായ പരിശുദ്ധ ദൈവത്തെ കണ്ട് ആരാധിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്ക് തന്ന ദൈവത്തിന്റെ അത്യന്ത കൃപ അവർണ്ണീയമാണ്. തന്റെ മക്കൾക്ക് വേണ്ടി മുത്തുകളാക്കിയ അവയിൽ വിശ്വസിനെ കുറിച്ച് കേട്ടപ്പോൾ പ്രിയനോടൊത്ത് കൃത്യമായി വാഴുകാലം എടുത്തുവെന്ന് ഞാൻ മനസ്സിലാക്കി. മനുഷ്യജീവിതത്തിൽ കഷ്ടത്തിന്റെയും നിരാശയുടെയും വിട്ടുവരിക്കുന്ന സാത്താൻ ഗന്ധകത്തുന്ന തീപ്പരിക ഒരുങ്ങി കഴിഞ്ഞു. ഭക്തന്മാരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുവാൻ സഭയുടെ നാഥൻ ഇതാ കടന്നു വരുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ എല്ലാ ദുഃഖവും കഷ്ടവും എനിക്ക് നിസ്സാരമായി തോന്നി. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മറുപടി കിട്ടി. ഇളകാത്ത രാജ്യം സ്ഥാപിതമായി. ഇതാ കർത്താവായ യേശു വരുന്നു. അതിനായി പ്രത്യാശയോടെ ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.